കാമസൂത്രയും രതിനിർവേദവും അതിജീവിച്ച ശ്വേതാ മേനോൻ. അനശ്വരം എന്ന മമ്മൂട്ടി നായകനായ സിനിമയിലൂടെയാണ് ശ്വേതാ മേനോൻ നായികയായി മലയാള സിനിമയിലേക്ക് അരങ്ങേറുന്നത്. സിനിമയിൽ വരുന്നതിനു മുമ്പ് ശ്വേതാ മേനോൻ മികച്ചൊരു മോഡലായിരുന്നു. മലയാളത്തിൽ നായികയായി അരങ്ങേറിയ ശ്വേത തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും നായികയായി തിളങ്ങി. ഇപ്പോൾ മലയാളത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മലയാളത്തിൽ ഒരുപിടി നല്ല സിനിമകളിൽ അഭിനയിച്ചു വരുന്ന ശ്വേത ഇപ്പോൾ കുറച്ചുനാളായി ശ്വേതയുടെ അച്ഛനൊപ്പമാണ്. അച്ഛന് പ്രായാധിക്യത്തിലുള്ള രോഗപീഠകളാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അച്ഛൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അച്ഛനെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്നത്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ശ്വേതയുടെ കണ്ണു നിറയും. മകൾ സബൈനയെ കുറിച്ച് പറയുമ്പോൾ ഇതേ കണ്ണുകളിൽ വാത്സല്യം നിറയും. ജീവിതത്തിൽ ശ്വേതയുടെ തണലായ ശ്രീവത്സൻ മേനോനെ കുറിച്ച് പറയുമ്പോൾ ശ്വേത കൗമാരക്കാരിയാവും. പല വിവാദങ്ങൾ പലരും ശ്വേതയെക്കുറിച്ച് സൃഷ്ടിച്ചപ്പോഴും ധൈര്യത്തോടെ നേരിട്ടു ശ്വേത. ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ്. വളരെ ബോൾഡായ എയർഫോഴ്സ് ഓഫീസറായിരുന്നു ശ്വേതയുടെ അച്ഛൻ. തനി നാട്ടിൻപുറത്തുകാരിയായ തുളസിക്കതിർ പോലെയൊരു അമ്മ. ഒറ്റ കുട്ടിയായ ശ്വേത സകല വാത്സല്യങ്ങളും ആസ്വദിച്ചാണ് വളർന്നത്. അച്ഛൻ നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്നെ ഞാനാക്കി വളർത്തി എന്നതാണ്. ഞാൻ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകുമെന്നായിരുന്നു അച്ഛൻ്റെ വിശ്വാസം. മോഡലിംഗിന്റെയും സിനിമയുടെയും വഴി തിരഞ്ഞെടുത്തപ്പോൾ അച്ഛൻ തടഞ്ഞില്ല. വിവാദങ്ങളിലും വീഴ്ചകളിലും കുടചൂടി അച്ഛൻ എനിക്കൊപ്പം നടന്നു. ശ്വേത അച്ഛനെക്കുറിച്ച് വാചാലയായി. കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ച് വിവാദ നായികയായപ്പോൾ അച്ഛൻ പറഞ്ഞത് അവൾ ചെയ്തത് ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. ശ്രീ എന്റെ ഭർത്താവായി വന്നപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആശങ്ക തീർന്നത്. വിവാഹത്തിന് ഏതാനും ദിവസം മുമ്പാണ് രതിനിർവേദം റിലീസായത്. വിവാഹപ്പിറ്റേന്ന് തന്നെ സിനിമയുടെ പ്രൊമോഷൻ വർക്കിനായി പോകാൻ നിർബന്ധിച്ചത് ശ്രീയാണ്. ശ്രീ സ്ത്രീകളെ ബഹുമാനിക്കും. ദീർഘമായ പിണക്കങ്ങളൊന്നുമില്ല. സിനിമയും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഭർത്താവ് ഉള്ളതുകൊണ്ടാണ്. ശ്വേത മനസ്സ് തുറക്കും. ശ്വേതയുടേത് പ്രണയവിവാഹമായിരുന്നു. ഞാൻ അനുവദിക്കാതെ ഒരാൾക്കും എന്നെ തളർത്താനോ തകർക്കാനോ കഴിയില്ല. എല്ലാവരും ചോദിക്കാറുണ്ട്, സിനിമയിലെ രണ്ടാം വരവിലാണോ ശ്വേത തിളങ്ങിയത്? അതായിരിക്കും എൻ്റെ സമയം. മൂന്നാം വരവിനും നാലാം വരവിനും ഞാൻ റെഡിയാണ്. ഇങ്ങനെ പോകുന്നു ശ്വേതാ മേനോൻ എന്ന നടിയുടെ വാക്കുകൾ.